Second question. Draw x and y axis and mark the point 0,4, 2,5 and -3, -2. Mark 2. എക്സും വൈയും അക്ഷരങ്ങൾ വരച്ചിട്ട് അതിനകത്ത് 0,4, 2,5, -3, -2 എന്നീ സൂചക സംഖ്യകൾ മാർക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കാണ് ഇത് ആൻസർ ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ആൻസർ ഇതാണ് ഒരു എക്സ് വൈ പ്ലെയിൻ. ഇതിൽ ഈ പച്ച കളറിൽ കാണുന്നതാണ് എക്സ് ആക്സിസ്. ഇത് ഒറിജിൻ, അതായത് ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ഇടത്തോട്ടുണ്ട്, വലത്തോട്ടുണ്ട്. വലത്തേക്കുള്ളതെല്ലാം പോസിറ്റീവ് ആക്സിസ് ആണ്. +1, +2, 3, 4, 5, 6. ഇവിടെ പ്രത്യേകത ഇതെല്ലാം ഈക്വൽ അളവിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പുറത്തോട്ട് നോക്കിയാൽ -1, -2, -3, -4, -5. നെക്സ്റ്റ് ഡാഷ്. ഈ കുത്തനെ കാണുന്ന ചുമന്ന വരയിലെ ലൈനാണ് വൈ ആക്സിസ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് ഭാഗവും ഒരു നെഗറ്റീവ് ഭാഗവും ഉണ്ട്. മുകളിലേക്ക് പോസിറ്റീവ് ഭാഗം 1, 2, 3, 4, 5, 6. താഴേക്ക് -1, -2, -3, -4, -5. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 0, 4, 2, 5, -3, -2. ഈ 3 ബിന്ദുക്കൾ ഈ പ്ലെയിനിൽ അടയാളപ്പെടുത്തുവാനാണ്. നമുക്ക് ആദ്യം 2, 5 എങ്ങനെ അടയാളപ്പെടുത്താം എന്ന് നോക്കാം. 2, 5 ഒരു സൂചകസംഖ്യയുടെ പ്രത്യേകത, ഒരു സൂചകസംഖ്യ എപ്പോഴും ഇങ്ങനെ 2 വാല്യൂ ഉണ്ടാവും, 2 കോർഡിനേറ്റ് ഉണ്ടാവും. അതായത് ആദ്യം കിടക്കുന്ന കോർഡിനേറ്റ് ഈ എക്സ് ആക്സിസിൽ നിന്നായിരിക്കും, രണ്ടാമത് കിടക്കുന്ന കോർഡിനേറ്റ് വൈ ആക്സിസിൽ നിന്നായിരിക്കും. ആദ്യം കിടക്കുന്നത് എക്സ് ആക്സിസിൽ നിന്നും രണ്ടാമത് കിടക്കുന്നത് വൈ ആക്സിസിൽ നിന്നും. ഇവിടെ 2, 5 അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ 2 ഏത് ആക്സിസിൽ എടുക്കണം? എക്സ് ആക്സിസിൽ എടുക്കണം. 5 വൈ ആക്സിസിലെ അകലമായിട്ട് എടുക്കണം. ഇവിടെ നമ്മൾ ഇതിന്റെ ചിഹ്നം നോക്കാം. 2 പോസിറ്റീവാണ്, 5ഉം പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ആക്സിസിലെ പോസിറ്റീവ് ഭാഗത്ത് കിടക്കുന്ന 2നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ വൈ +5 ആണ്. അപ്പോൾ നമ്മൾ വൈ ആക്സിസിലെ +5നെയാണ് എടുക്കേണ്ടത്. ഇനി ഈ 2 പോയിന്റുകൾ കൂടിച്ചേരുന്ന ബിന്ദുവാണ് അടയാളപ്പെടുത്തുന്നത്. അതിനെന്ത് ചെയ്യും? അതിനെ ഈ 2ൽ നിന്നും ഈ വൈ ആക്സിസിന് സമാന്തരമായിട്ട് ഒരു രേഖ നമ്മൾ വരയ്ക്കും, ഇങ്ങനെ ഡോട്ട്. അതേപോലെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി 5 അടയാളപ്പെട്ടിട്ടുണ്ടായിരുന്നു വൈയിൽ നിന്നും എക്സ് ആക്സിസിന് സമാന്തരമായിട്ട് മറ്റൊരു രേഖയും വരയ്ക്കും. കണ്ടോ? ഈ 2 രേഖയും കൂടി ഈ ബിന്ദുവിൽ എന്ത് ചെയ്തു? കൂട്ടിമുട്ടി. അപ്പൊ ഇവിടെ എക്സിൽ നിന്ന് 2 അകലത്തിലാണ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 2 അകലത്തിലാണ്, വൈയിൽ നിന്നും 5 അകലത്തിലാണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ അടയാളപ്പെടുത്താം: എക്സിൽ നിന്നും 2 അകലം, വൈയിൽ നിന്നും 5 അകലം, അങ്ങനെ 2,5. സിമിലാർലി ഇതേപോലെ നമുക്ക് 0, 4 അടയാളപ്പെടുത്താം. അപ്പൊ 0 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? അത് ഒറിജിൻ ആണ്. അത് എക്സിനായാലും വൈനായാലും ഇവിടെ തന്നെയാണ്. അപ്പൊ ഇതാണ് ഒരു പോയിന്റ് 0. രണ്ടാമത്തെ പോയിന്റ് 4 ആണ്. ഏതാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്? 0,4. അപ്പൊ അടുത്ത് നമ്മൾ എടുക്കേണ്ടത് വൈ ആക്സിസിൽ 4 ആണ്. വൈ ആക്സിസിൽ 4, എക്സ് ആക്സിസിൽ 0. 4 എവിടെയാണ് നോക്കൂ? 1, 2, 3, 4. ഇനി ഈ എക്സിൽ നിന്നും വൈക്ക് പാരലായിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം വൈ ആക്സിസിൽ തന്നെയാണ് ഈ പോയിന്റ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് തന്നെയാണ് ഉത്തരം. എന്തായിരിക്കും? 0,4. അത് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ
-3 -2 അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് സൈഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇനി നമുക്ക് പോകേണ്ടത് നെഗറ്റീവ് ആക്സിസിലേക്കാണ്. -3, -2. അപ്പോൾ x ആക്സിസില് -3 y ആക്സിസില് എന്താണ് -2. ഇപ്പൊ -3 വരുന്നത് ഇവിടെയാണ്. 1 2 3 -3. അപ്പൊ നമ്മൾ അടയാളപ്പെടുത്തേണ്ട പോയിന്റ് ഇത്. ഇനി -2 വരുന്നത് എവിടെയാണ്? y ആക്സിസിൽ ഇവിടെയാണ്. ഇത് രണ്ടും കൂടി കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് വരയ്ക്കണമെങ്കിൽ x ആക്സിസിൽ നിന്നും y ആക്സിസിന് സമാന്തരമായ ഒരു രേഖ വരയ്ക്കണം. സിമിലാർലി y ആക്സിസിൽ നിന്നും x ആക്സിസിന് സമാന്തരമായ രേഖ വരയ്ക്കണം. ഇത് രണ്ട് കൂട്ടിമുട്ടിയില്ലേ? ഈ പോയിന്റ് ആണ് x ആക്സിസിൽ നിന്നും -3 y ആക്സിസിൽ നിന്നും -2. അങ്ങനെ 2, 5, 0, 4 -3, 2 ഈ 3 പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തുക. ഇത്രയും അടയാളപ്പെടുത്തിയാൽ 2 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.